സഭയാണ്. ഇതേ പ്രയോഗം തന്നെ തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു. അതെന്താണ്? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നാൽ അവിടെ സഭയെക്കുറിച്ച് പറയുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സഭ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. അപ്പോൾ സഭ ആരുടേതാണ്? ജീവനുള്ള ദൈവത്തിന്റേതാണ്. ഈ സഭയാണ് ഇന്ന് ദൈവത്തിന്റെ ആലയമെന്ന് പറയുന്നത്. കൈപ്പണിയായ കെട്ടിടങ്ങളല്ല. വേദപുസ്തകമെടുത്ത് പരിശോധിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായവും അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായവും ആവർത്തിച്ചു പറയുന്ന ഒരു വാക്യമുണ്ട്. അത്യുന്നതൻ കൈപ്പണിയായിടത്ത് വസിക്കുന്നില്ല എന്നാണ്. പിന്നെ അത്യുന്നതൻ എവിടെ വസിക്കുന്നു? വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയുടെ മധ്യത്തിൽ വസിക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് സഭ ദൈവത്തിന്റേതാ. മനുഷ്യരുടെ പേരിൽ ഈ സഭ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ വലിയ ഉൾക്കാഴ്ചയും ദർശനവും പ്രധാനകാരായ ദൈവജനത്തിന് വചനത്തിലൂടെ ദൈവം മുന്നമേ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. ഇനിയും ഈ വീട്ടുടയവന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് വേഗത്തിൽ നമുക്ക് നോക്കാം. എന്താണ് ഈ വീട്ടുടയവന്റെ പ്രത്യേകത? അതിന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിയേ. പുലർച്ചയ്ക്ക് പുറപ്പെട്ട, എന്തിന്? വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. ഈ വീട്ടുടയവന്റെ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥന്റെ 1-ാമത്തെ പ്രത്യേകത ഇവിടെ പറയുകയാണ്. വിളിക്കുന്നവനാണ് ഈ വീട്ടുടയവൻ. ഇവിടെ വിളിച്ചാക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുക. വിളിക്കുന്നവനാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ വീട്ടുടയവന്റെ 1-ാമത്തെ പ്രത്യേകത അവിടുത്തെ മുന്തിരിത്തോട്ടത്തിലേക്ക്, സഭയിലേക്ക്, സന്തോഷത്തിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക്, നിത്യജീവനിലേക്ക്, പാപപരിഹാരത്തിലേക്ക്, അന്തരാത്മാവിന്റെ ദാഹത്തിന്റെ ശമനത്തിലേക്ക് മനുഷ്യനെ വിളിക്കുന്നവനാണ് ഈ വലിയവനായ ദൈവം. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ വിളികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. വേദപുസ്തകത്തിലെ ദൈവം വിളിക്കുന്ന ദൈവമാണ്. ആരെയാണ് വിളിക്കുന്നത്? മനുഷ്യനെ വിളിക്കുകയാണ്. നമുക്കറിയാം, പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ ഒരു മരത്തിന് ചുവട്ടിൽ പോയി ഒളിച്ചിരുന്നതായി നാം വായിക്കുന്നു. അവിടെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാ? ആദമേ, നീ എവിടെ എന്നാണ്. ആ വിളി അങ്ങോട്ട് ആരംഭിച്ചിട്ട് വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ഇന്ന് രാത്രി പ്രിയരെ, ദൈവം നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുന്നു. ദൈവസഭയുടെ ഉടമസ്ഥനായ ദൈവം നിങ്ങളെ വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിക്കുന്നു? പാപമോചനം തരുവാൻ ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിക്കുന്നു? സ്വർഗം തരുവാൻ ഇന്ന് രാത്രി വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിക്കുന്നു? നിത്യജീവൻ നൽകുവാൻ ഇന്ന് രാത്രി വിളിക്കുന്നു. എന്തിനു വേണ്ടി വിളിക്കുന്നു? അന്തരാത്മാവിന്റെ ദാഹത്തിന് ശമനം തരുവാൻ ദൈവം വിളിക്കുന്നു. ഇത് വിളിക്കുന്ന ദൈവമാണ്. ഈ രാത്രി പ്രിയരെ, എന്നും ഈ വിളി ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് വിളി അനുസരിച്ച് ഇതാ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞ് ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു പറയുന്ന ഒരു ദിവസം വരും. എന്ത്? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവിൻ. ഈ വിശാലമായ പന്തലിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ദൈവത്തിന്റെ വിളി അനുസരിച്ച് പാപമോചനത്തിലേക്കും സത്യത്തിലേക്കും വരാതിരിക്കുന്നവരുണ്ടെങ്കിൽ വ്യക്തമായി പറയട്ടെ, ഈ ആണ്ടിന്റെ പ്രഥമ രാത്രിയിലെ സമയം ദൈവം നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഈ വിളി നിങ്ങൾ നിരസിക്കരുത്. ഈ വിളി നിങ്ങൾ നിരസിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ന്യായവിധിയുടെ ശബ്ദമായിരിക്കും ഉണ്ടാകുന്നത്. ശപിക്കപ്പെട്ടവനെ, ശപിക്കപ്പെട്ടവനെ എന്നെ വിട്ടുപോകുവീൻ. ഈ ദൈവം വിളിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ അല്ലെങ്കിൽ വീട്ടുടയവന്റെ 2-ാമത്തെ പ്രത്യേകതയിലേക്ക് നമുക്ക് കടന്നു വരാം. എല്ലാം ഒന്ന് എണ്ണിക്കുവാനുള്ള സമയം എനിക്കില്ല. നിങ്ങൾ അതിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ 5 പ്രാവശ്യം ഈ വീട്ടുടയവൻ ചെന്ന് ആൾക്കാരെ വിളിക്കുന്നത് കാണാൻ കഴിയും. 6-ാം മണി നേരം, പിന്നെ 9-ാം മണി നേരം, അങ്ങനെ തുടങ്ങി
പ്രിയപ്പെട്ടവരെ 5 പ്രാവശ്യം വിളിക്കുന്നത് കാണാൻ കഴിയും. ഞാനത് വേഗത്തിൽ പറയട്ടെ. അവിടെ പുലർച്ചെ എന്ന് പറയുന്നത് ഇതെല്ലാം ഈ പറയുന്ന മണി ഉണ്ടല്ലോ, 6 മണി 9 മണി ഒക്കെ ഉണ്ടല്ലോ, അത് എബ്രായരുടെ സമയമാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദന്റെ സമയമാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് നോക്കാം. പുലർച്ചെ എന്ന് പറയുമ്പോൾ യഹൂദനെ സംബന്ധിച്ച് 1 മണിയാ. പക്ഷേ നമുക്ക് പുലർച്ചെ എത്ര മണിയാ? പലർക്കും പല വിധത്തിലായിരിക്കും. ചിലർക്ക് 8 മണിയായിരിക്കും പുലർച്ചെ, ഇല്ലയോ? പുലർച്ചെ 6 മണിയാണ്. നമ്മുടെ ടൈം അനുസരിച്ച് പുലർച്ചെ 6 മണി, യഹൂദന് 1 മണി. അടുത്തത് വായിക്കുന്നത് 3 മണിയാണ്. 3-ാം വാക്യത്തിൽ 3 മണി. നമ്മുടെ സമയമനുസരിച്ച് അത് രാവിലെ 9 മണിയാണ്. തുടർന്ന് നാം പിന്നെയും താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിൽ 6 മണി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി. തുടർന്ന് 5-ാം വാക്യത്തിൽ തന്നെ 9 മണി എന്ന് പറയുന്നു. അത് നമ്മുടെ സമയം അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. ഏറ്റവും ഒടുവിൽ 6-ാം വാക്യത്തിൽ 11 മണി എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ സമയം അനുസരിച്ച് വേലക്കാരൻ തൂമ്പ കഴുകി കയ്യും കാലും കഴുകി കൂലി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന 5 മണിയാണ്. അപ്പൊ നോക്കുക, രാവിലെ മുതൽ സന്ധ്യ വരെ ആവർത്തിച്ച് 5 പ്രാവശ്യം ഈ വീട്ടുടയവൻ വിളിക്കുന്നത് കാണാൻ കഴിയും. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, വേദപുസ്തകത്തിലെ സംഖ്യകൾക്കൊക്കെ അർത്ഥമുണ്ട്. ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നത് ജനക്കങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ ബൈബിളിന്റെ കാര്യമായത് 5 എന്നുള്ളത് ദൈവകൃപയെ സൂചിപ്പിക്കുകയാണ്. എങ്കിൽ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയട്ടെ. 5 പ്രാവശ്യം ഈ വീട്ടുടയവൻ മനുഷ്യനെ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് ദൈവകൃപയെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വീട്ടുടയവന്റെ 2ാമത്തെ പ്രത്യേകത, വീട്ടുടയവൻ കൃപയുള്ളവനാണ്. 2010 ദിവസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയില്ലേ? ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കട്ടെ, എത്രയോ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എത്രയോ സംസ്കാര ശുശ്രൂഷയിൽ അനുസ്മരണം പറഞ്ഞിട്ടുണ്ട്, വചന ശുശ്രൂഷ നൽകിയിട്ടുണ്ട്, അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്ത് മരണത്തിന്റെ കരാളഹസ്തം നമ്മെ വരിഞ്ഞു മുറുക്കാതിരുന്നത്? വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ദൈവം അവസരം എന്ത് എനിക്ക് നിങ്ങൾക്കും ഒരുക്കി തന്നത്? ഒരു കൺവെൻഷൻ കൂടെ ഈ കുമ്പനാടിന്റെ വിശാലമായ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ വചന പ്രഘോഷണത്തിന് വേണ്ടി എന്ത് ദൈവം ഒരുക്കിയത്? ഈ രാത്രി ഈ പന്തലിനകത്തും പുറത്തും ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദൈവകൃപയല്ലാതെ ഇന്നെന്താണ്? ദൈവകൃപയല്ലാതെ ഇതെന്താണ്? ആകയാൽ ഈ രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തകർത്തത് ദൈവത്തിന്റെ കൃപ. അത് വിശ്വസിച്ച് അംഗീകരിപ്പാൻ നമുക്ക് സാധ്യമായത് ദൈവത്തിന്റെ കൃപ. നാം വിശ്വാസ ജീവിതം നയിക്കുന്നത് ദൈവത്തിന്റെ കൃപ. നാം ഇന്നുവരെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപ. പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ നമ്മെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ കൃപ. ആ ദൈവകൃപയ്ക്കായി വലതുകരം ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സംബന്ധിച്ച് 2ാമത് ഓർപ്പിക്കട്ടെ, അവിടുന്ന് കൃപയുള്ളവനാണ്. 3ാമത് ഈ ദൈവത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 3ാമതായി അതിന്റെ 15-ാം വാക്യമാണ്. ആ 15-ാം വാക്യത്തിൽ വീട്ടുടയവൻ തന്നെ പറയുകയാണ്, ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഈ കണ്ണുകടിയെ കുറിച്ചൊക്കെ നമ്മൾ സാധാരണ വായിക്കാത്ത ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സദൃശ്യവാക്യങ്ങളാ. പലരും അത് വായിക്കുകയല്ല, വായിച്ചാൽ നന്നായി പോയാലോ. സദൃശ്യവാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവിടെ ഇങ്ങനെയൊരു വാക്യമുണ്ട്, കണ്ണുകടിയുള്ളവന്റെ ഈയിടെയെങ്ങും വായിച്ചില്ല, ഇല്ലയോ? കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. ചിലപ്പോ തിന്നേണ്ടിയും വരും. കണ്ണുകടിയുള്ളവന്റെ അപ്പം തിന്നരുത്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നല്ലവനാകൊണ്ട്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഈ വീട്ടുടയവനെ കുറിച്ച് വേറൊരാളല്ല പറയുന്നത്, വീട്ടുടയവൻ തന്നെ പറയുക, ഞാൻ ആരാ? ഞാൻ നല്ലവൻ. ഇന്ന് രാത്രിയിൽ ഞാനൊരു വസ്തുത പറയാം. ഈ ദൈവം വിളിക്കുന്നവനാണ്. 2, ഈ ദൈവം കൃപാലുവാണ്. 3ാമത്, ഈ ദൈവം നല്ലവനാണ്.
സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ദൈവം നല്ലവനും നന്മ ചെയ്യുന്നവനും കൃപാലുമാകുന്നു. വേറെയൊരിടത്ത് വായിക്കുന്നു, ദൈവം നല്ലവനും ക്ഷമിക്കുന്നവനുമാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ പുൽപ്പിറ്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കാരണം ഈ ദൈവം നല്ലവനായതുകൊണ്ടാണ്. ഇന്ന് രാത്രി വിശാലമായ പന്തലിൽ നിങ്ങൾ ഇരുന്നു കൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൈവം നല്ലവനായതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ സാക്ഷ്യവാക്കുകളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു പ്രയോഗമാണ് ദൈവം നല്ലവൻ. കഴിഞ്ഞ രാത്രി വാച്ച് നൈറ്റ് സർവീസ് ആയിരുന്നു. വാച്ച് നൈറ്റ് സർവീസ് എല്ലാ സഭാ ഹാളുകളിലും ഉണ്ടായിരുന്നു. വാച്ച് നൈറ്റ് സർവീസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ദൈവം എനിക്ക് കഴിഞ്ഞ വർഷം പറഞ്ഞേ നല്ലവനും വല്ലവനും. ഞാൻ ചിലപ്പോൾ അല്പം നർമ്മത്തിൽ പറയുമേ, ഇപ്പൊ ആളൊത്തിരി ഉണ്ടെങ്കിൽ സ്പീഡിലായിരിക്കും ഈ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളൊന്നും സ്ഫുടമായി വരികയില്ല. അപ്പോൾ ചിലരിങ്ങനെ അങ്ങ് പറഞ്ഞു വിടും, അർത്ഥമൊന്നും ചിന്തിക്കാതെ. ഈ ഒരു വർഷം ദൈവം എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു. അതൊരളവ് ശരിയാ. അനേകരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതൊരളവ് ശരിയാ. ഞാൻ വിവരിക്കുന്നില്ല പ്രിയരെ. അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ നമുക്ക് വന്നാൽ തന്നെയും യാഥാർത്ഥ്യം എന്താണ്? ഈ ദൈവം നല്ലവനാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ദൈവത്തെ ബൈബിൾ അല്ലാതെ ആരാ പരിചയപ്പെടുത്തി തരുന്നത്? ദുഃഖിക്കുമ്പോൾ നമ്മോടൊത്ത് ദുഃഖിക്കുന്ന, വേദനിക്കുമ്പോൾ നമ്മോടൊരുമിച്ച് വേദനിക്കുന്ന, കരയുമ്പോൾ നമ്മോടൊരുമിച്ച് കരയുന്ന, ചിരിക്കുമ്പോൾ നമ്മോടൊത്ത് ചിരിക്കുന്ന, ഹൃദയങ്ങളിൽ മുറിവ് തട്ടുമ്പോൾ ആശ്വസിപ്പിക്കുന്ന, വേദനിക്കുമ്പോൾ ആശ്വാസം നൽകുന്ന, അഴിക്കുമ്പോൾ കുരുക്കുകളേറുന്ന, പ്രശ്നത്തിന് നടുവിൽ നട്ടം തിരിയുമ്പോൾ അതിന് പരിഹാരം തരുന്ന ബൈബിൾ പ്രതിപാദിക്കുന്ന ദൈവമല്ലാതെ വേറെ ഒരു ദൈവം ഏതുണ്ട്? ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തെ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തതോർത്തും നിങ്ങളുടെ മധ്യത്തിൽ നിർത്തിയതോർത്തും എന്റെ ദൈവത്തിന് നന്ദി കരേറ്റുകയാ. ആകെയാ ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നെങ്കിൽ ഈ ദൈവത്തെ വിശ്വസിക്കണം, അനുഗമിക്കുന്നെങ്കിൽ ഈ ദൈവത്തെ അനുഗമിക്കണം, ആരാധിക്കുന്നെങ്കിൽ ഈ ദൈവത്തെ ആരാധിക്കണം. കാരണം അവിടുന്ന് നല്ലവനും നന്മ ചെയ്തവനും ക്ഷമിക്കുന്നവനുമാണ്. ഈ ദൈവം നല്ലവനാണ്. ആ ഭാഗവും ഞാൻ വിടുന്നു. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. 1 മുന്തിരിത്തോട്ടം, 2 വീട്ടുടയവൻ. മൂന്നാമത് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചാക്കപ്പെട്ട വേലക്കാരാണ്. ഈ വേലക്കാരെ സംബന്ധിച്ചും 3 കാര്യങ്ങൾ ഇവിടെ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിന്